കാട്ടിലുപേക്ഷിച്ച് ഭ്രാന്ത് പിടിപെട്ടവനായി വനത്തിൽ അലഞ്ഞു നടന്ന നളൻ ലോകപാലന്മാരോട് തൻ്റെ ദുഃഖങ്ങളൊക്കെ പറയുകയും അങ്ങനെ ഭക്തിയിലൂടെ മനസ്സൊന്ന് ശാന്തമായി. അപ്പോൾ തോന്നി ഈ ഘോര വിപിനം ഇത് വിപിനമല്ല, ഇത് വാസയോഗ്യമായ ഭവനം തന്നെയാണ് എന്ന് നളന് തോന്നി. അതാണ് ഘോര വിപിനം എന്നാൽ എഴുപാർ. താൻ ഉപേക്ഷിച്ചു പോന്ന ആ നഗരമാണ് ഘോര വിപിനം എന്ന് നളന് തോന്നുന്നു. കാരണം ദുഷ്ടജന്തുക്കൾ എന്ന് പറയുന്നത് നഗരത്തിലാണ്, ഭവനത്തിലാണ്, തൻ്റെ ബന്ധുക്കളാണ്. കാമക്രോധാദികളാകുന്ന ദുഷ്ടജന്തുക്കൾ വസിക്കുന്ന ഗൃഹമാണ് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത്. ഇതാകട്ടെ തികച്ചും വാസയോഗ്യമായ ശോഭനങ്ങളായ സദനങ്ങളോടുകൂടിയ ഭവനം തന്നെയാണ് ഈ നഗരം, അല്ല ഈ ഘോര വിപിനം എന്ന് പറയുന്നത്. ഇവിടെയാണ് ശാന്തി, മനസ്സിന് സുഖം. ഇവിടെ ഇതാ നിർമ്മലമായ നദി, ഇത് അമ്മയാണിത്. ഈ അമ്മയുടെ മടിയിലിരുന്ന് കുളിർകാറ്റേറ്റ് ആ പാറക്കെട്ടുകളിൽ തട്ടി ദേഹത്ത് പതിക്കുന്ന ജലബിന്ദുക്കൾ അതിൻ്റെ കുളിർമ ആസ്വദിക്കുമ്പോൾ അമ്മയുടെ മടിയിലിരുന്ന് മുലകുടിക്കുന്ന കുഞ്ഞിൻ്റെ സുഖമാണ് ഞാൻ അനുഭവിക്കുന്നത്. ഇതൊരു കാൽപ്പനിക ഭാവനയാണെന്ന് നോക്കുക. ഒക്കെ കാളിദാസനൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നഗരത്തോടുള്ള വെറുപ്പും തിരക്ക് പിടിച്ച തീ പിടിച്ച ഗൃഹത്തിൽ ആളുകൾ ഓടുന്നത് മാതിരി ഉള്ള നഗരജീവിതത്തിൻ്റെ ദുസ്സഹതയും വനജീവിതത്തിൻ്റെ സ്വസ്ഥതയും ശാന്തിയും ഒക്കെ അനുഭവിച്ച് ഹായ് എനിക്ക് ഇത് തന്നെയാണ് നല്ലത് എന്ന് തോന്നിപ്പോവുകയാണ് നളന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാട്ടുതീയിൽപ്പെട്ട ഒരു വിലാപം, കാട്ടുതീയിൽ നിന്നൊരു വിലാപം നളൻ ബാഹുവൻ കേൾക്കുന്നത്. ഓടിച്ചെന്നപ്പോൾ ഈ തീക്കകത്തു നിന്നാണ് വിലാപം കേൾക്കുന്നതെന്ന് മനസ്സിലായി. തനിക്കെന്ത് ഈ തീ? ചാടി തീക്കകത്തേക്ക്, അല്ലേ? കാരണം അഗ്നി തനിക്ക് സ്വാധീനനാണ്. അതിനകത്താണ് ഒരു പാമ്പ്, ഒരു സർപ്പം. ആ കിടക്കുന്നിടത്തു നിന്ന് അനങ്ങാൻ കഴിയാതെ കിടന്ന് പിടയുകയാണ് കാർക്കോടകൻ എന്ന ഉഗ്ര സർപ്പം. ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, എന്താണ് ഈ കാഴ്ച? ഇതും വല്ല മായയാണോ, ചതിയാണോ എന്നൊക്കെ തോന്നി. എന്തുമാകട്ടെ എന്ന് കരുതി ആ സർപ്പത്തെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്നു. ആ പുറത്തേക്ക് കൊണ്ടുവരുന്ന വഴി കാർക്കോടകൻ നളനെ ദംശിച്ചു. തൻ്റെ രൂപം മാറി, വികൃതാകൃതിയായി ആ വിഷബാധയേറ്റ്. ഈ ഉപകാരത്തിന് പ്രത്യുപകാരം ഇതോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, കാമദേവനെ പോലെ സുന്ദരനായിരുന്ന താൻ ഇതാ കറുത്ത് വികൃത രൂപത്തോടു കൂടിയവനായി തീർന്നപ്പോൾ നളൻ ആദ്യം ഈ സർപ്പത്തോട് കോപമാണ് തോന്നിയത്. പിന്നെ ഒക്കെ തൻ്റെ വിധിയെന്നോർത്ത് ദുഃഖിച്ചു നിന്ന് എന്താണ് സംഭവിച്ചതെന്നറിയാതെ ഈ സർപ്പത്തോട് ചോദിച്ചപ്പോൾ ആണ്, നീ വിഷമിക്കണ്ട, നിനക്കുപകാരമാണ് ഞാൻ ചെയ്തത്. നിന്നെ ബാധിച്ചിരിക്കുന്ന കലി ഒഴിഞ്ഞു പോകുന്നതിനാണ് എൻ്റെ വിഷബാധയേറ്റ് വെന്ത് നീറി അവൻ നിന്നെ വിട്ടൊഴിയും. അതിനുവേണ്ടിയാണ് ഞാനിത് ചെയ്തത് എന്ന്. ഞാൻ നിസാരനല്ല, ഞാൻ മഹാനാഗങ്ങളിൽ പെടുന്ന കർക്കോടകൻ എന്നു പേരോടുകൂടിയ സർപ്പരാജനാണ് എന്നൊക്കെ സത്യാവസ്ഥ അറിഞ്ഞപ്പോൾ നളൻ ഭക്തിപൂർവം ആ കർക്കോടകനെ വണങ്ങിക്കൊണ്ട് ചെയ്യുന്ന പദമാണ് കാദ്രവേയ കുലതിലക നിൻ കാൽത്തളിരെ കൂപ്പുന്നേൻ എന്നാരംഭിക്കുന്ന. നമ്മൾ നളചരിതത്തിൽ പലപ്പോഴും നമുക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ട്, നല്ല ചൊല്ലിയാട്ടത്തിന് പറ്റാത്ത പദങ്ങളാണ് പലതും. ഇത് നല്ല സുഖമായിട്ട്
കളരിയിൽ ചിട്ടപ്പെടുത്തി ചൊല്ലിയാടാൻ തക്കവണ്ണമുള്ള ഒരു രചനകളിൽ ഒന്നാണ്. ഇപ്പം നമ്മൾ മറ്റേ കുലയ വിലോചനയൊക്കെ മാതിരി ഉള്ള ഒരു നല്ല കണക്കും പിടിപ്പും ഒക്കെ ഉള്ള ഒരു പദരചനയാണ് കാതിരവേയ കുലതിലക എന്നത്. ഇത് നളൻ്റെ ജീവിതത്തിലെ ഒരു ഗതിമാറ്റം സംഭവിക്കുന്ന, തൻ്റെ ആപത്തുകളിൽ നിന്ന് താൻ രക്ഷപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഉള്ള ഒരു അവസരത്തിൽ നളൻ ചെയ്യുന്ന ഭക്തിപൂർവകമായ ഇതിൻ്റെ അവസാനം, ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ചരണം വളരെ ഹൃദയസ്പർശകമാണ്. നമുക്കറിയാം എന്താണ്, ഇന്ദുമൗലിഹാരമേ നീ ഒന്നിനി എന്നോട് ചൊൽക, എന്നിനിക്കുണ്ടാവും യോഗം ഖിന്നയാതയ. ദുഃഖിതയായ, പരവശപ്പെട്ടവളായ, അശരണയായ, ആരും തുണയില്ലാത്തവളായ, കാട്ടിൽ അലഞ്ഞു നടക്കുന്ന എൻ്റെ ധർമ്മപത്നിയോട് എന്നിനിക്കുണ്ടാവൂ യോഗം, ചേർച്ച. യോഗത്തിന് സാധാരണ മുദ്ര കാണിക്കുന്ന ഇതാണ്, അല്ലേ? ഭാഗ്യം, എന്നിനിക്കുണ്ടാവൂ ഭാഗ്യം എന്നാണ്. യോഗം ചേർച്ച ആകുന്ന ആ ഭാഗ്യം എന്ന് ചെയ്താൽ നന്നാവും. ഒക്കെ അവരുടെ നിശ്ചയമാണ്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നിനിക്കുണ്ടാവൂ യോഗം ഖിന്നയാതയ. എന്നിട്ട് ചോദിക്കുകയാണ്, മുന്നേ പോലെ മന്ദിരത്തിൽ ചെന്ന് വാണുകൊള്ളുവാനും എന്നിയെ അറിയാമെന്നാകിൽ ചൊല്ലേണമെല്ലാം നാഗേന്ദ്ര. അതിന് മുമ്പത്തെ 2 ചരണം കൂടെ ഒന്ന് വായിച്ചേക്കാം. മാമകദശകളെല്ലാം മനസ്സുകൊണ്ടു കണ്ടു നീതാൻ ധീമതാം വര കടിച്ചു. ഇന്നലത്തെ ഞാൻ പറഞ്ഞ ഒരു പ്രശ്നം ഈ പദത്തിലുമുണ്ട്. ഈ പദം വെട്ടി മുറിക്കുന്നതിൽ, ഏതാ ഈ താളവട്ടം മുറിക്കുന്നതിൽ ഇത്തിരി പ്രശ്നമുള്ള ഒരു പദമാണിതും. അപ്പോൾ അർത്ഥം ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരിക്കും. മാമകദശകളെല്ലാം മനസ്സുകൊണ്ട് കണ്ടു നീതാൻ ധീമതാം വര കടിച്ചു. നീ എന്നെ കടിച്ചു. വേഷം മറച്ചു പോയി മറ്റൊന്നായി. പാടുന്നത് വേഷം മറച്ചു പോയി മറ്റൊന്നായി രൂപമെല്ലാം. എൻ്റെ രൂപം മറച്ച് മറ്റൊരു രൂപം എനിക്ക് നൽകി. വേറെയൊന്നാക്കേണമേ നാമധേയം. എൻ്റെ ഇങ്ങനല്ല പാടുന്നത് കേട്ടോ. ഈ താളവട്ടം മുറിയുന്ന അങ്ങനല്ല. നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാനെന്ന വാക്യം മുറിച്ച് കേൾപ്പിക്കുകയാണ്. വേറെയൊന്നാക്കേണമേ നാമധേയം. എൻ്റെ പേരും വേറെയൊന്നാക്കണം. എന്തായാലും രൂപം പോയി അല്ലേ, നളനെല്ലാം നഷ്ടപ്പെടുകയാണല്ലോ. ഇനി അവശേഷിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഏതാ? നളൻ എന്ന പേര്. അതും കൂടെ ഒന്ന് വേറെയാക്കി തരിക. വേറെയൊന്നാക്കേണമേ നാമധേയം അവനി നീള സഞ്ചാരമിനിയ. ഇനി അത് കഴിഞ്ഞാൽ എനിക്ക് എവിടെയും സഞ്ചരിക്കാം, എന്നെ ആരും തിരിച്ചറിയില്ലല്ലോ. ഇനി എൻ്റെ പേരും വേറെ ഒന്നായി. എനിക്ക് അവനി നീള സഞ്ചാരമിനിയാം പ്രീതോഹം. ഞാൻ അഹം പ്രീത, ഞാൻ പ്രീതനായിരിക്കുന്നു. 2ാമത്തെ ചരണം ചെയ്യാറില്ല. അത് കഴിഞ്ഞാണ് ഇന്ദുമൗലിഹാരമേ നീ ഒന്നിനി എന്നോട് ചൊല്ലുക, എന്നെനിക്കുണ്ടാവൂ യോഗം ഖിന്നയാതയ. മുന്നേപ്പോലെ മന്ദിരത്തിൽ, അവിടെ രാഗം മാറുമെന്ന് തോന്നുന്നു അല്ലേ? ഇന്ദുമൗലിഹാരമേ അല്ലേ? വളരെ ഹൃദയദ്രവീകരണക്ഷമം എന്ന് പറയാവുന്ന ഒരു ചരണമാണത്. ഇത്രയുമാണ് ഇന്നിവിടെ ആദ്യം ചൊല്ലിയാടുന്നത്. ഇന്നലെ നമ്മൾ ഊർജിതാശയ പോലെ തന്നെയാണ് വളരെ ആപ്റ്റായിട്ടുള്ള ഒരു തുടക്കപ്പദം നമ്മൾ ഇന്നെടുത്ത് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നിവിടെ ഇത് ചൊല്ലിയാടുന്നത് ഏറ്റുമാനൂർ കണ്ണൻ്റെ ബാഹുകനും പിശപ്പള്ളി രാജീവൻ്റെ കർക്കോടകനും ഇവിടെ ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല. പക്ഷേ പ്രതികരണങ്ങളെ കൊണ്ടാണ്, കർക്കോടകൻ്റെ പ്രതികരണങ്ങളെ കൊണ്ടും കൂടിയാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ? വിചിത്ര നേത്ര വിലസൽ പൂർണേ
ശുദ്ധം സത്വരജസ്തമോ ഗുണനിധിം ശ്യാമപ്രകാശാകൃതിം ബുദ്ധാനന്ദമയം മുകുന്ദകരയോ പുത്രം വരം ദൈവതം ഭക്ത്യാ ചമ്രകുളാലയേ ശമനിശം ശ്രീഭൂതനാഥം നാഥം ഭജേ.
നിൽമന കാമ്പിൽ ഭാവം നിൽ മനക്കാമ്പിൽ ആവോളം വേണ വേണ എന്നെ ദശകളെ എല്ലാ ദശകളെ എല്ലാ ദശകളെ എല്ലാ ദശകളെ എല്ലാ മനസ്സുകൊണ്ടു കണ്ടു നീത്ത മനസ്സുകൊണ്ടു കണ്ടു നീത്ത മനസ്സുകൊണ്ടു കണ്ടു ധീമത കടിച്ചു ദേഹം
കേൾക്കണമേ എല്ലാം വേറെയൊന്നായി കേൾക്കണമേ രൂപമെല്ലാം വേറെയൊന്നായി കേൾക്കണമേ നാമധേയം അവനി നീളേ നാമധേയം അവനി നീളേ നാമധേയം അവനി നീളേ നാമധേയം അവനി നീളേ സജാരം ഇനിയാമൃതോകം സഞ്ചാരമിനിയാം പ്രീതോഹം സഞ്ചാരം ഇനിയാമൃതോകം സഞ്ചാരമിനിയാം കുലത്തിലക നിൻ ഇന്ദുമൗലി ഹരമേ നീ ഒന്നെ നീയല്ലോടു ചൊൽക മൗലി ഹാരമേ നീ ഒന്നെ നീയല്ലോടു ചൊൽക ഇന്ദുമൗലിഹാരമേ നീ ഒന്നെ നീ എന്നോടു ചൊൽക മൗലി ഹാരമേ നീ ഇന്ദുമൗലി ഹരമേ നീ ഇന്ദുമൗലി 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 ഹാരമേ നീ ഒന്നെ നീയല്ലോടു ചൊൽക ഒന്നെ നീയല്ലോടു ചൊൽക ഒന്നെ നീ എന്നോടു ചൊൽക എന്നെ നീ
യോഗം എന്നെനിക്കുണ്ടാവൂ യോഗം എന്നെനിക്കുണ്ടാവൂ യോഗം എന്നെനിക്കുണ്ടാവൂ യോഗം എന്നെനിക്കുണ്ടാവൂ യോഗ എന്നെനിക്കുണ്ടാവൂ യോഗം എന്നെനിക്കുണ്ടാവൂ യോഗ ഭിന്നയ തയ ഭിന്നയ തയ ഭിന്നയ തയ ഭിന്നയ തയ ഉന്നെ പോലെ മന്ദിരത്തിൽ ചെന്നു വാണു കൊള്ളുവാനു മുന്നേ പോലെ മന്ദിരത്തിൽ മുന്നേ പോലെ മന്ദിരത്തിൽ മുന്നേ പോലെ മന്ദിരത്തിൽ മുന്നേ പോലെ മന്ദിരത്തിൽ ചെന്നു വാണു കൊള്ളുവാനു മുന്നേ പോലെ മന്ദിരത്തിൽ ചെന്നു വാണു കൊള്ളുവാനും മുന്നെ പോലെ മന്ദിരത്തിൽ ചെന്നു വാണു കൊള്ളുവാനു മുന്നേ പോലെ മന്ദിരത്തിൽ ചെന്നു വാണു കൊള്ളുവാനും എന്നിയേ അറിയാമെന്നാകിൽ എന്നിയേ അറിയാമെന്നാകിൽ എന്നിയേ അറിയാം എന്നാകിൽ ചൊല്ലേണവും എല്ലാം നാഗേന്ദ്ര ചൊല്ലേണം എല്ലാം നാഗേന്ദ്ര ചൊല്ലേണം എല്ലാം നാഗേന്ദ്ര കുലത്തിലക നിൻ ചിന്തിത്ത മജീരാൽ വരുമേ നിനക്കോ ചിന്തിത മചീരാൽ വരുമേ
അന്തരായ ഇല്ല നൃപതേ അന്തരായ ഇല്ല നൃപതേ ഗീതവ വാഴുന്നവൾ കലി അന്തരംഗേ തവ വാഴുന്നവൾ കലി അന്തരംഗേതവ വാഴുന്നവൾ കലി ബന്ധു നീറിടുന്നു മേ വിഷസിഖീന ബന്ധു നീറിടുന്നു മേ വിഷസിക്കുന്ന ബന്ധു നീറിടുന്നു മേ വിഷസിഖീന ഏതെന്നാകിലും ഇവൻ വിടുമുടനെ പിന്നെ ഏതെന്നാകിലും ഇവൻ വിടുമുടനെ പിന്നെ തന്നെ വേണം തവ ഗുണഘടനെ നീ തന്നെ വേണം തവ ഗുണഘടനെ തന്നെ വേണം തവ തവ ഗുണഘടനെ തന്നെ തോന്നുന്നു ഇഹ ഗഗന വിട്ടു തന്നെ തോന്നുന്നതു ഇഹ ഗഹനെ വിട്ടു തന്നെ തോന്നുന്നതു ഇഹ ഗഗന വിട്ടു തന്നെ തോന്നുന്നതു ഇഹ ഗഹനെ വിട്ടു ഭൂതനായകനെ നീ ഭജമൃഡനെ ഭൂതനായകനെ നീ ഭജമൃഡനെ ഭൂതനായകനെ നീ ഭജമൃഡനെ ഭൂതനായകനെ നീ ഭജമൃഡനെ സാകേതം തന്നിലെ പോയി ഋതുപർണനെ സാകേതം തന്നിലെ ഋതുപർണനെ സാകേതം തന്നിലെ പോയി ഋതുപർണനെ കണ്ടു സേവകനായി വകകൂട കണ്ടു സേവകനായി വാഴ്കൂഢ നീ കണ്ടു സേവകനായി വാഴ്കൂഢ മിണ്ടല്ലതു മൂലമായി വൈകിടാതെ ഓമിണ്ടലതു മൂലമായി വൈകിടാതെ ഓമിണ്ടല്ലതു മൂലമായി വൈകിടാതെ ഓമിണ്ടലതു മൂലമായി വൈകിടാതെ കണ്ടു ഭവിതാമേ സംഗതിയും ഭൂവാല കണ്ടു ഭവിരാമേ സംഗതിയും ഭൂപാല ബാഹുജ ഭവത്തെ നീ നീക്കിക്കൊള്ളു ബാഹുജ ഭാവത്തെ നീ നീക്കിക്കൊള്ളു ബാഹുജ ഭാവത്തെ നീ നീക്കിക്കൊള്ളു ബാഹുകനെന്നു പേരുമാക്കിക്കൊള്ളു ബാഹുകനെന്നു പേരുമാക്കിക്കൊള്ളു സാകേതപതിയെ സ്വാമിയാക്കിക്കൊള്ളു പാർത്ത സാകേതപതിയെ സ്വാമിയാക്കിക്കൊള്ളു പാർത്ത സാകേതപതിയെ സ്വാമിയാക്കിക്കൊള്ളു പാർത്ത സാധൂത അവനെ ഇന്നീ മഹിയിലുള്ളൂ സാധുത അവനെ ഇന്നീ മഹിയിലുള്ളൂ സാധുത അവനെ ഇന്നീ മഹിയിലുള്ളൂ സാധുത
അവനെ ഇന്നീ മഹിയിലുള്ളൂ. വിശ്വാസഭാജനമായി വന്നാൽ പിന്നെ വിശ്വാസഭാജനമായി വന്നാൽ പിന്നെ വിശ്വാസഭാജനമായി വന്നാൽ പിന്നെ അശ്വഹൃദയം അവനായി നൽകിയിടുകിൽ അശ്വഹൃദയം അവനായി നൽകിയിടുകിൽ അശ്വഹൃദയം അവനായി നൽകിയിടുകിൽ അക്ഷഹൃദയം വശമായി വരൂതവ അക്ഷഹൃദയം വശമായി വരൂ തവ അക്ഷഹൃദയം വശമായി വരൂതവ അക്ഷഹൃദയം വശമായി വരൂ തവ അക്ഷമന കലിയും അന്നൊഴിയേ അക്ഷമനാം കലിയും അന്നൊഴിയും അക്ഷമന കലിയും അന്നൊഴിയേ ഭാവം അതെ, വളരെ ഗംഭീരമായി. അത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ കാതിരവയ കുലതിലക എന്ന് പറയുന്ന ആ സംബോധനയുടെ സമയത്ത് മുഖം പ്രസന്നമാക്കി കാതിരവയ കുലതിലക എന്നുള്ള അതിനോട് കൂടുതൽ അങ്ങനെ കാണിക്കുന്ന പല നടന്മാരെയും കണ്ടിട്ടുണ്ട്. ഇദ്ദേഹം അങ്ങനെയല്ല ചെയ്തത്. നളന്റെ അവസ്ഥ, ബാഹുകനായൻ്റെ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് എന്നാൽ അതിലേക്ക് കുലതിലക എന്ന് പറയുന്ന സമയത്തുള്ള ബഹുമാനം അതെല്ലാം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ സ്തോഭം സ്ഥായിയായി നിർത്തിക്കൊണ്ട് ചെയ്തത് വളരെ സ്യൂട്ടബിൾ ആയിട്ട് തോന്നി. ഞാനിങ്ങനെ ഒരു ഒരു പ്രതികരണം പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാനിത് വേണമെന്ന് പറഞ്ഞത്. കാരണം അത്രയ്ക്ക് ഉള്ളിൽ തട്ടിയത്. നിങ്ങൾക്ക് തട്ടിയോന്ന് അറിയണമല്ലോ, ഇല്ലെങ്കിൽ പിന്നെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനൊരു പ്രതികരണം ഉണ്ടായതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവരുടെ അഭിപ്രായം അതായിരിക്കും തോന്നുന്നു. മറിച്ചുള്ള അഭിപ്രായങ്ങളും വരണം. ഈ മുന്നേ പോലെ എന്നുള്ള ഒരു കാണിച്ചത് അപ്പോൾ വളരെ മുൻപ് പോലെ എന്നുള്ള രൂപത്തിൽ തോന്നി എന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ഊന്നി പറഞ്ഞുകൊണ്ട് ഒരു എന്നുണ്ടെങ്കിൽ, പക്ഷെ അത്രയധികം മുൻപേ ആണോ അത് ഒരു സംഭവം എന്നുണ്ടെങ്കിൽ മുന്നേ പോലെ എന്നുള്ള കുറച്ച് വിസ്തരിക്കലുണ്ടായല്ലോ. അല്ലാതെ അത് ഈ ആ മുദ്ര പിടിക്കുന്നതിൻ്റെ ഒരു ഇതാണത്. തൊട്ട് മുമ്പാണെങ്കിലും ചിലപ്പോൾ അങ്ങനെ തന്നെ പിടി മുന്നേ പോലെ അത് ചെയ്തു വരുന്നതിൻ്റെ ഒരു രീതിയാണ് അതല്ലേ. അതെ, അത് ലഘുവായി കാണിച്ചാൽ മതി എന്നാണ് അല്ലേ ഞാൻ പറഞ്ഞത്. ഒരു തവണ കാണിച്ചു, അതിനുശേഷം അത് പാടി ഒന്നും കൂടി ഊന്നി രണ്ടാമത്തെ തവണ ഒന്നും കൂടിയും കാണിച്ചു. ഇത് ചൂതുകളി തന്നെ എത്രയോ കാലം തുടർന്നു. നമ്മളെ കാലത്തെക്കുറിച്ചൊന്ന് ആലോചിക്കാം നമുക്കത്. വളരെ കാലം നീണ്ടു നിന്നു ഈ ചൂതുകളി തന്നെ. അത് കഴിഞ്ഞ് കാട്ടിലേക്ക് പോന്നു. കാട്ടിലൊത്ത് ഇവരെ ഏതാണ്ട് മാസങ്ങളോളം ഇവരൊന്നിച്ചു കഴിഞ്ഞു. നമുക്ക് കളി കാണുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് സംഭവിച്ചതാണെന്ന് തോന്നുന്നു. അവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കുഴപ്പമുണ്ടത്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പെട്ടെന്ന് ചെയ്യുന്ന പോലെ തോന്നും. അത് അങ്ങനല്ല, മാസങ്ങൾ കഴിഞ്ഞു, വളരെ മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഈ സമയമായപ്പോഴേക്കും. പിന്നെ അത് കഴിഞ്ഞ് ദമയന്തിയെ ഉപേക്ഷിച്ച് നളൻ ഒറ്റയ്ക്ക് കാട്ടിൽ കഴിഞ്ഞതും കുറേ കാലം കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് മുന്നേ പോലെ അത് അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ വളരെ വളരെ പണ്ടുകാലം എന്നുള്ള അർത്ഥമല്ല. കാരണം ഇത് ഒരു നിമിഷം പിരിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു യുഗം പിരിഞ്ഞിരിക്കുന്ന മാതിരിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം, അല്ലേ? ചോദ്യം നല്ലതാണ്, പക്ഷെ അത് കാലത്തിൻ്റെ ഒരു അന്തരം ഉണ്ട് അവിടെ, ഇല്ലാതെ